രക്ഷയില്ല. എന്താ ഇത് ഇവിടെ ഇങ്ങോട്ട് നിറഞ്ഞിട്ട്. ഇവിടെ എന്താണ് ആഡി സെയിലാണ്, കഴിഞ്ഞ് ഓഫർ ആഡി സെയിലൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു തിരക്കാണിത്. നല്ല വിലക്കുറവുണ്ട്. ഞങ്ങളിതാ ജെസ്സി ഒരു 3 സാരി എടുത്തിട്ടുണ്ട്, ഞാനും ഒരു സാരി എടുത്തിട്ടുണ്ട്. രക്ഷയില്ല, നല്ല സെലക്ഷൻ, നല്ല വിലക്കുറവും. എവിടെയാണ്? തിരുപ്പൂര് അല്ലേ? തിരുപ്പൂര് ശിവ പറഞ്ഞ ടെക്സ്റ്റൈൽസാണ്. അപ്പം എല്ലാവരും ഇങ്ങോട്ട് പോകുന്നോളി. ഹായ്, ഹലോ, അസ്സാം വലൈക്കും ഫ്രണ്ട്സ്. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളും? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാവട്ടെ, അതിനുവേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മളിവിടെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. പിന്നെ നമ്മളെ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് വീഡിയോക്ക് ലൈക്ക് തരണം കേട്ടോ. അപ്പോൾ ഇതാ നല്ല സാരി, ചുരിദാർ, ടോപ്പുകൾ എല്ലാം ഉണ്ട്, ചെരുപ്പ് എല്ലാം ഉണ്ട്. 4 ഫ്ലോറുണ്ട് ഈ ഒരു ഷോപ്പിന്. ഇത് കോയമ്പത്തൂർ നമ്മൾ ഇക്കാനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരുന്നു, അരവിന്ദ് ഐ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുന്ന് ഇക്കാൻ്റെ കൂടെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ടെക്സ്റ്റൈൽസ് ആൻഡ് ജെൻസിൻ്റെ ഒക്കെ ഒരു ഷോപ്പാണ്. ഷോപ്പിലേക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി തിരുപ്പൂർ പോയതാണ്. തിരുപ്പൂർ പോയി അവർ പിന്നെ അവരെ ഷോപ്പിലേക്കുള്ള ഡ്രസ്സും സംഭവങ്ങളും അങ്ങനെയൊക്കെ എടുത്ത്. അപ്പോൾ നമ്മളവിടെ തിരുപ്പൂർ എന്താണ് ഡ്രസ്സിൻ്റെ എന്താ പറയുക, ഒന്നും പറയാനില്ല. എന്തോരം ഡ്രസ്സാണ്, നല്ല റേറ്റ് കുറവ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ ഷോപ്പിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ അനിയത്തിക്ക് സാരി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ജെസ്സി ടീച്ചറാണല്ലോ, കുറേ പേർക്കൊക്കെ അറിയാം, ഇതാണ് ജെസ്സി കേട്ടോ. അപ്പോൾ ജെസ്സിക്ക് സ്കൂൾക്ക് ഇങ്ങനെ സാരി വേണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ നമ്മളൊരു ഷോപ്പിൽ ചോദിച്ചപ്പോൾ അവിടുത്തെ ഒരു ചേച്ചി പറഞ്ഞ് ഇവിടെ ശിവ പറഞ്ഞൊരു ടെക്സ്റ്റൈൽസ് ഉണ്ട്, നല്ല സെലക്ഷനാണ്, വില കുറവുമാണ്, ഇവിടെ അടുത്ത് തന്നെയാണെന്ന് പറയും. അപ്പോൾ ഞങ്ങൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, വേഗം ശിവയിലേക്കാണ് വിട്ടത്. അപ്പോൾ ശിവയിൽ ചെന്നപ്പോൾ ഒരു എൻ്റെ പൊന്നാര മക്കളെ ഒന്നും പറയും. അങ്ങനെ നമ്മൾ ശിവയിൽ പോയി കണ്ടപ്പോൾ ഉള്ള കാഴ്ചകൾ കണ്ണ് തള്ളി പോയിട്ടോ. എന്തുമാത്രം തിരക്ക്, നമ്മൾക്ക് ഒരാൾക്ക് അവിടെ നിൽക്കാൻ പോലുള്ള സൗകര്യമില്ലെന്ന്. എന്നിട്ട് ഞാൻ അവിടെ വീഡിയോ എടുക്കുമ്പോൾ അവിടെ ഓരോരുത്തർ പറയണു അയ്യോ വീഡിയോ എടുക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ ഇത്രയും തിരക്കിനിടയിൽ വീഡിയോ എടുക്കില്ല. അവൻ്റെ ജെസ്സിക്ക് പറയുന്നുണ്ടായിരുന്നു യൂട്യൂബറാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തത് നമ്മൾ കണ്ട ഈ ഒരു കാഴ്ച നമ്മളെ ഫ്രണ്ട്സുകളെയും കൂടി കാണിക്കാമെന്നുള്ളതില്ല. നല്ല ഭംഗിയുള്ള പട്ടുസാരികളും എല്ലാ ഐറ്റം സാരികളും ഉണ്ട് കേട്ടോ. ഷിഫോണും ജോർജറ്റിലും പട്ടും പിന്നെന്താ പറയുക നമ്മളെ സെറ്റ് സാരി. ഇപ്പോൾ ഓണത്തിനൊക്കെ പക്ഷെ അവിടെ ഓണത്തിൻ്റെ ആ ഒരു ഇതൊന്നും അവിടെ ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയും തിരക്കൊക്കെ ആയപ്പോൾ പിന്നെ നമ്മൾ ചോദിച്ചു അവരോട് ഇതെന്താണ് ഇത്ര തിരക്ക്. അപ്പോൾ ഇത് ഇവിടെ എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഓഫർ ഇട്ടിരുന്നു, എന്താണ് ആഡി സെയിൽ ഉണ്ടായിരുന്നു, അതാണ് ഇത്രയും തിരക്ക്. പക്ഷേ ഓഫറൊക്കെ കഴിഞ്ഞ് എന്നിട്ടും ഇവിടെ ഇങ്ങനെ ഇത്രയും തിരക്ക് തന്നെയാണ് ഇതെന്നും ഉണ്ടാവാറുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ബ്ലൗസൊക്കെയാണ്, ബ്ലൗസിൻ്റെയൊക്കെ മെറ്റീരിയലാണ്. അപ്പോൾ ജെസ്സി അവൾക്ക് സാരിക്ക് വിത്ത് ബ്ലൗസ് തന്നെയാണ് സാരി എടുത്തതൊക്കെ. വേറെ 2 ബ്ലൗസൊക്കെ അവിടുന്ന് മെറ്റീരിയൽ മുറിച്ചെടുത്ത്. ഓരോ സാരിക്കും 150 രൂപ, 200, 300, അതെ അങ്ങനെ 500, 450 പല റേഞ്ചിലുള്ള റേറ്റിലും ഒക്കെ ഉള്ള അങ്ങനെ സാരികളൊക്കെ ഉണ്ട്. ഞാനും ഒരു സാരി വാങ്ങി, ഒരു യെല്ലോ പീക്കോക്ക് ആ ഒരു ഷെയ്ഡിൽ വരുന്നൊരു സാരിയാണ് ഞാൻ വാങ്ങിയത്. പിന്നെ അവിടുത്തെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത ഫ്ലോറിലേക്ക് കയറി. ഇപ്പോൾ നമ്മൾ വന്നപ്പോഴുള്ള ഒരു തിരക്കാണ് കേട്ടോ. പക്ഷെ നമ്മൾ തിരിച്ച് പോകാനായപ്പോൾ ഇതും അല്ലായിരുന്നു ഇവിടുത്തെ അവസ്ഥ. ഈ ഒരു ഭാഗം ലൈനിങ് ഒക്കെയാണ്. അപ്പോൾ ജെസ്സി ബ്ലൗസ് എടുത്തതിലേക്ക് ലൈനിങ് അങ്ങനെ മെറ്റീരിയൽ മുറിച്ചെടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു സൺഡേ ആയതുകൊണ്ടാണ് അപ്പം ഇത്രയും അവിടെ തിരക്കുന്നു. ഇത്രമാത്രം ജനങ്ങൾ തിരുപ്പൂരുണ്ടോയെന്ന് വരെ ഞാൻ ചോദിച്ചു. അത്രയും അതും ഓരോരുത്തരും നമ്മളൊക്കെ ഒരു ഡ്രസ്സ് എടുക്കാൻ പോയാൽ ഒന്ന് എടുക്കുക അങ്ങനെ തിരിച്ചു പോരുക അങ്ങനെയൊക്കെ അല്ലേ. ഇത് അങ്ങനെയൊന്നുമില്ല, ഈ ഒരുപാട് ഡ്രസ്സാണ് ഒരാൾ തന്നെ എടുക്കുന്നത്. ബില്ല് ഒക്കെ അങ്ങനെ പേ ചെയ്യാനൊക്കെ ഒരുപാട് കൗണ്ടറൊക്കെ അതുകൊണ്ട് കേട്ടോ. നമ്മൾ കുറേ നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി ഒന്നുമില്ല. പിന്നെ അതിന് ഓരോരോ ഫ്ലോറിൽ ഓരോ സ്ഥലത്തു നിന്ന് എടുക്കുന്ന സാധനങ്ങൾ അവിടെ തന്നെ ബില്ല് ഒക്കെ പേ ചെയ്യാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു.
ഇപ്പം നമ്മൾ അവിടുന്ന് സാരീൻ്റെ ആ ഒരു സെക്ഷനുള്ള അവിടുന്ന് പിന്നെ ഒന്നുകൂടി അടുത്ത ഫ്ലോറിലേക്ക് കയറി അവിടെ പിന്നെ ചുരിദാറൊക്കെ ആയിരുന്നു കേട്ടോ. ഇവിടെ ഈ ഡിസ്പ്ലേയിൽ ഇത് കണ്ടില്ലേ, വയലറ്റ് യെല്ലോ ഒക്കെ കോമ്പിനേഷൻ വരുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ. അതുപോലെ പിങ്ക്, പിന്നെ റോസ്, പിങ്കും വയലറ്റും അങ്ങനെയൊക്കെ വരുന്ന നല്ല കോമ്പിനേഷനുള്ള സാരികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അത് ആ ഒരു ഡിസ്പ്ലേയിലുള്ള സാരി കുറച്ച് റേറ്റുള്ള സാരിയാണ് കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിയ അതിനേക്കാളും കുറച്ചും കൂടി റേറ്റ് കൂടുതലാണ് ഇപ്പോൾ ആ ഡിസ്പ്ലേയിൽ കണ്ട ആ സാരി. ഇവിടെ പിന്നെ ചുരിദാർ അങ്ങനെ ടോപ്പൊക്കെ. ഇത് കുറച്ച് മുന്നേ ഞാനൊരു ഡ്രസ്സ് ഒരു 3 പീസ് എടുത്തിരുന്നു. അത് 800 രൂപ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ. അതേ സെയിം ഡ്രസ്സ് അവിടെ ഉണ്ട്, 3 പീസ് സെയിം തന്നെ, ഒരു വ്യത്യാസമില്ല. അതിന് 400 രൂപ അവിടെ ഉള്ളൂ. അപ്പോൾ ഞാൻ 400 രൂപ കൂടുതൽ കൊടുത്തിട്ടാണ് ആ ഒരു ഡ്രസ്സ്. പിന്നെ അതുണ്ടാവും കേട്ടോ അവിടുന്ന് ഇതുവരെ എത്തുന്നതും അങ്ങനെയുള്ള സംഭവം. ഇപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ടൊക്കെ നമ്മളെ നാട്ടിലെത്തുമ്പോഴേക്കും റേറ്റ് കൂടും. അത് പിന്നെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ ഇതൊക്കെ ഫുള്ള് ഇവിടെയൊക്കെ ചെരുപ്പാണ്. ഈ ചെരുപ്പൊക്കെ 100 രൂപ ഉള്ളൂ. ചെരുപ്പും ഈ ഷൂ ഒക്കെ 100 രൂപയാണ്. നല്ല ചെരുപ്പുകളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു ചെരുപ്പ് എടുത്ത് പിന്നെ അടുത്ത് തന്നെ വേറെ ഒരു 99 രൂപേൻ്റെ ഹീലില്ലാത്തൊരു ചെരുപ്പുണ്ട്. ഈ ഒരു ചെരുപ്പൊക്കെ ഇത് വെറും 99 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ചെരുപ്പ് ഞാനെടുത്ത് ജെസ്സി കൊടുത്തിട്ടാണ് ചെരുപ്പും സാരി, പിന്നെ എന്താ, പിന്നെ അമ്രമോൾക്ക് ജെസ്സിൻ്റെ മോൾക്ക് പിന്നെ കുറച്ച് ഡ്രസ്സുകളൊക്കെ അതും വാങ്ങി. ഇപ്പോൾ നമ്മൾ മേലെന്നൊക്കെ താഴേക്ക് തിരിച്ച് വരും കേട്ടോ. മേലെന്ന് താഴേക്ക് വന്നപ്പോൾ ഉള്ളൊരവസ്ഥയാണ് ഇത് കണ്ടില്ലേ, എന്തോരം ആളാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ടൈം ഒരു 6 മണി ഒക്കെ ആവാറായിട്ടാണ്. അപ്പോൾ താഴെ എത്തിയപ്പോൾ ഇതാണ് അവസ്ഥ. ഇപ്പോൾ ഇതുപോലെ പുറത്തും നല്ല തിരക്കുണ്ട്. ഇവിടുന്ന് ഇറങ്ങി പോണവരൊക്കെയാണ് വണ്ടിയും റോഡ് സൈഡിൽ തന്നെയാണ് ഈ ശിവ പറഞ്ഞ ടെക്സ്റ്റൈൽസ്. ശിവ ടെക്സ് അങ്ങനെ എന്തോ ആണ് പേര്. ശിവയാണ് എന്തായാലും. എന്തോരം കണ്ടില്ലേ, തിരക്ക് കണ്ടില്ലേ, നല്ല ആളുണ്ടായത്. നല്ല ഡ്രസ്സ്, നല്ല സെലക്ഷനും വില കുറവും നല്ല ഓഫർ ഉള്ള ഡ്രസ്സായതുകൊണ്ട് പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സും ഉണ്ടാകും. റേറ്റ് കുറവാണെങ്കിലും ക്വാളിറ്റി കുറവൊന്നുമില്ല. നമുക്ക് കണ്ടാൽ അറിയാമല്ലോ ഓരോ ഡ്രസ്സ് എടുക്കുമ്പോഴും. അപ്പോൾ ഡ്രസ്സിന് ക്വാളിറ്റി ഒന്നും കുറവൊന്നുമില്ല. നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് എത്തിപ്പെടാനാണ് ബുദ്ധിമുട്ട്. നമ്മളെ അടുത്തൊന്നും അല്ലല്ലോ. ഞങ്ങൾ പോകാൻ കാരണം ഇക്കാനെ കൊണ്ട് ഹോസ്പിറ്റലിൽ ഞാൻ പറഞ്ഞല്ലോ കോയമ്പത്തൂർ പോയതുകൊണ്ട് മാത്രമാണ് അവിടെ പോയത്. അല്ലെങ്കിൽ നമ്മൾ ഇതൊന്നും കാണൂല. പക്ഷേ ഡ്രസ്സ് എടുത്തതിൽ മാത്രമല്ല, നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെ ആവില്ലേ, ഡ്രസ്സിൻ്റെ ഒരു ഇഷ്ടം ഡ്രസ്സിനോടൊരു ആർത്തി എന്താ പറയുക അങ്ങനെയൊക്കെ പറയില്ലേ, ഒക്കെ കൂടുതലുള്ളവരാവുമല്ലോ. അപ്പോൾ ആ ഡ്രസ്സൊക്കെ കണ്ടതിലുള്ളൊരു സന്തോഷമൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇതൊരു ഫ്രൂട്ട്സും ഇതൊക്കെ ഇട്ട് വെക്കാനുള്ളൊരു കൊട്ടയാണ്. അത് 50 രൂപയാണ് ആ ഒരു ചേച്ചി പറഞ്ഞത്. പിന്നെ അവിടെ തന്നെ അതിൻ്റെ ആ ചേച്ചീൻ്റെ അടുത്ത് തന്നെ മുല്ലപ്പൂവൊക്കെ വിൽക്കാനൊക്കെ അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഉള്ളവരൊക്കെ മുല്ലപ്പൂവൊക്കെ ചൂടി പട്ടുസാരിയൊക്കെ എടുത്തിട്ട് അങ്ങനെ നല്ലൊരു പ്രത്യേക ഒരു ഭംഗി തന്നെയായിരുന്നു കേട്ടോ അവരെല്ലാവരെയും കാണാൻ. ഇപ്പോൾ ഈ ഒരു ടൈമായിട്ടും അവിടെ ഷോപ്പിലേക്കൊക്കെ ആൾ വരുന്നതാണ്, നല്ല തിരക്ക് വരുന്നത് അവിടെയൊക്കെ. പിന്നെ കാർ പാർക്കിങ്ങിനൊക്കെ സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. പിന്നെ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.